ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈഗുസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളിത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അതിപ്രശസ്തമായ ബീച്ചുകളിൽ ഒന്നായ ശംഖുമുഖത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് പലതവണ ഇവിടെ വന്നെങ്കിലും നമുക്ക് കൂട്ടുകാർക്കായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇത് വന്ന് കയറുന്ന ഗേറ്റാണ് കേട്ടോ. നേരെ വന്ന് കയറുന്ന ഗേറ്റിൽ നിന്ന് നമ്മൾ നേരെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ട് കേട്ടോ. പാർക്കിംഗ് ഫീസ് കൊടുക്കണം. 20 രൂപയാണ് പാർക്കിംഗ് ഫീസ്. 20 രൂപയാണ് പാർക്കിംഗ് ഫീസ്. കാറിലായിരുന്നേ നമ്മൾ പോയത്. കാറിന് 20, എല്ലാ വണ്ടിക്കും 20 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതെ. അപ്പം നമ്മൾ നേരെ അവിടുത്തെ ഇതിൻ്റെ സെക്യൂരിറ്റിയെ കണ്ടു. നമ്മളൊരു പാർക്കിംഗ് ഫീസ് വാങ്ങി വണ്ടി അതിനകത്ത് പാർക്ക് ചെയ്തു കേട്ടോ. നമ്മൾ കയറുന്നതിൻ്റെ അവിടെ തന്നെ വലത് സൈഡിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അല്ലാതെ തന്നെ മുൻവശത്തൊക്കെ പാർക്കിംഗ് ഉണ്ട്. നമ്മൾ നേരെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കുള്ള ആ ഒരു വ്യൂ കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കച്ചവടങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും ഉണ്ട് കേട്ടോ കച്ചവടങ്ങൾ. അതെ അതെ, ഒരുപാട് കച്ചവടങ്ങൾ. നമ്മളിതാ ഊതും പിന്നെ അത്തർ ഇങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ അല്ലാതെ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കായിട്ടുള്ളതും മുതിർന്നവർക്കായിട്ടുള്ളതും ഒക്കെ, ചെറുകടികള്, പാനിപൂരി, അങ്ങനെ എല്ലാ ഐറ്റവും, ഐസ്ക്രീം എല്ലാം. ശരി, ഓക്കെ. അപ്പം നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് പറയാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു കടൽ തീരമാണ്, അല്ലെങ്കിൽ ഒരു ബീച്ചാണ് ശംഖുമുഖം. ഇവിടെ മത്സ്യകന്യക, കുട്ടികൾക്കുള്ള ട്രാഫിക് പാർക്ക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. പുരാതന കേരളത്തിലെ പ്രധാന 108 ദുർഗാക്ഷേത്രങ്ങളൊന്നായ ശംഖുമുഖം ദേവീക്ഷേത്രവും ഇതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ശാന്തമായ കടൽത്തീരവും വെളുത്ത മണൽത്തരികളുമുള്ള ഇവിടം വിനോദസഞ്ചാരികളുടെ സായാഹ്ന സവാരിക്കാരുടെയും ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. വളരെ വൃത്തിയുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ കടൽത്തീരം കേട്ടോ. ജലത്തിൽ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയവും ഇവിടെയുണ്ട്. പ്രശസ്ത ശില്പിയായ കാനായ കുഞ്ഞിരാമൻ നിർമ്മിച്ച ജലകന്യക എന്ന ശില്പം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്, അതിവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഭീമാകാരമായ പ്രതിമയ്ക്ക് 35 മീറ്റർ നീളമുണ്ട് കേട്ടോ. നമ്മുടെ വെട്ടുകാട് ക്രൈസ്തവ ദേവാലയം, അത് 2.3 കിലോമീറ്റർ ഇവിടെ നിന്ന് ദൂരമുള്ളൂ. പോകാനുള്ള ദൂരം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. കുട്ടികൾക്ക് ഗതാഗത ചിഹ്നങ്ങൾ പഠിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റു ഗതാഗത സിഗ്നൽ പാർക്ക് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഇന്ത്യൻ സേനയുടെ തെക്കൻ നാവിക കമാൻഡിൻ്റെ സൈനിക വിമാനത്താവളം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്മുടെ ആറാട്ട് ഉത്സവം ഈ കടൽ തീരത്താണ് നടന്നു വരുന്നത്. ശംഖുമുഖം ദേവീക്ഷേത്രത്തിൽ ചൊവ്വ, വെള്ളി, പൗർണമി, മലയാള മാസം 1-ാം തീയതി തുടങ്ങിയ ദിവസങ്ങൾ ധാരാളം ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഭക്തർ നമ്മുടെ ഈ ബീച്ചിലൊക്കെ കയറി അടിച്ച് പൊളിച്ചിട്ടാണ് പോവാറ്. നഗരത്തിലെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും KSRTC ബസ്സുകൾ ലഭ്യമാണ്. കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ. MG റോഡ് വഴി പാളയത്ത് ചെന്ന് കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ കൂടി പോകുന്ന റോഡ് വഴി പള്ളിമുക്ക്, പേട്ട, ചാക്ക വഴി ശംഖുമുഖത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇവിടെ കിഴക്കേക്കോട്ടയിൽ നിന്നും പെരുന്താണി, വള്ളക്കടവ്, വലിയതുറ വിമാനത്താവളം വഴി ശംഖുമുഖത്തിൽ എത്തിച്ചേരാം. അത് വേറൊരു വഴിയാണ് കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നേരെ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ കുട്ടികൾക്കായിട്ടുള്ള ഒരു നമ്മൾ ചിൽഡ്രൻസിൻ്റെ ഒരു കൊച്ചു പാർക്കുണ്ട്. ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൊച്ചുങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാറുകൾ, ഇലക്ട്രിക് കാറുകളും കാര്യങ്ങളൊക്കെയാണ്. അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി തന്നെ അവിടെ വേറെ ആൾക്കാരുണ്ട്. പിന്നെ വലിയ വണ്ടിയുണ്ട്. അപ്പോൾ വലിയ ആൾക്കാർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് കാറുകളും ടെമ്പോകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതും വേറൊരു വൈബ് തന്നെയാണ് നമുക്ക് ഇവിടെ തരുന്നത്. കുട്ടിയെ കൂടെ നിയമം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? അതെ, കുട്ടികൾക്ക് കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനും അങ്ങനെയുള്ളതെല്ലാം അത് എൻജോയ്മെൻറ്റ് ചെയ്യുന്നതിനൊക്കെ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പിന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ അതായത് കണ്ടല്ലോ, ഇത് നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, ഇതിന് ചുറ്റായ മൊത്തത്തിൽ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. കമിതാക്കൾക്ക് ഇരിക്കാം അല്ലേ, ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഐസ്ക്രീമുണ്ട്. നമ്മൾ മറ്റേ ഇതിൻ്റെ ഇത് പറയുക, നമ്മൾ പൊരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പാനിപൂരി, പിന്നെ നമ്മുടെ പൊരി, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. നമുക്കിവിടെ വന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ സിനിമയിലൊക്കെ ഒരുപാട്, പഴയ സിനിമകളിലൊക്കെ ഒരുപാടുള്ളതാണ് ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു മണ്ഡപം, അതെ, കൽമണ്ഡപം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പഴയകാല സിനിമകളിൽ മൊത്തത്തിൽ ഇത് ഒരു കഥാപാത്രം തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോഴും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ കടലൊക്കെ ഒരുപാട് കയറി വന്നിട്ടും അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അതുകൂടാതെ തന്നെ നമ്മളിത് ഈ കാണുന്നതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നല്ല പണ്ട് കാലങ്ങളിലുള്ള അതേ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാർഷിക സ്ഥാപനമാണിത്.
ഇവിടെ സ്കേറ്റിങ് നമുക്ക് പഠിപ്പിക്കണമെന്നത് പറഞ്ഞല്ലോ, അതിനായിട്ടുള്ള ഓഫീസെല്ലാം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഇവിടെയുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ ബോട്ടുകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഒതുക്കിയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ കാണുന്ന ബീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നേരത്തെ നമുക്ക് ഇവിടെയെങ്കിലും ഇങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. ഒരുപാട് ഇഞ്ച് മേലെ ഈ ബോട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളമായിരുന്നു. നമ്മുടെ കടലമ്മ ഒരുപാട് ഇഞ്ച് കയറി കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴ് ഏകദേശത്തിൽ കൂടെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത്ര കുഴപ്പം വരത്തില്ല. നമ്മൾ കടൽത്തീരത്ത് നിൽക്കുമ്പോൾ കാണുന്ന ഒരു കോഫി ഹൗസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവൽ തന്നെയാണെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ കളറിൽ അല്ലേ. വൈകുന്നേരം നമ്മൾ നോക്കിയപ്പോൾ സന്ധ്യ സമയം ആയി വരുന്നു. നേരെ മീനൂട്ടിയും നമ്മുടെ ബാവച്ചിക്കുട്ടിയും പിന്നെ ആദു, സോതു, ചേട്ടനും ചേട്ടത്തി എല്ലാവരും കൂടെ നേരെ കടൽ തീരത്തോട്ട് ഓടി കേട്ടോ. അവർ നേരെ കടലിൽ അവിടെ കളിക്കാനൊക്കെ പോയി നിൽക്കുകയാണ്. അത് വെള്ളത്തിൽ ആരും ഇവിടെ നിയന്ത്രണം ആരും ഒന്നും പറഞ്ഞിട്ടില്ല, നിയന്ത്രിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. വളരെ സൈലൻ്റായിട്ട് അത്ര കുഴപ്പമില്ലാതെയാണ് കടലിവിടെ തിരയടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ആരും തടയുന്നൊന്നുമില്ല, കുഴപ്പമില്ല. അവർ നമ്മുടെ സേഫ്റ്റി അനുസരിച്ച് നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് തിരക്കുണ്ടായിരുന്നല്ലേ. തിരക്കുണ്ടായിരുന്നു, നല്ല ആളുണ്ടായിരുന്നു. താഴെ മേലിലൊക്കെ ഐസ്ക്രീം കുടിക്കാനൊക്കെ ചായ കുടിക്കാനും ഒക്കെ ഒരുപാട് പേര് ഇങ്ങനെ നിൽപ്പുണ്ട്. അതുമല്ല നമ്മുടെ ചെറിയ പാർക്ക് ഇരിക്കുന്നതിനുള്ള ചെറിയ പാർക്കും നമ്മുടെ മറ്റേ നേവിയുടെയൊക്കെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ അടുത്ത് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇരിപ്പുണ്ട്. ഈ കോഫി ഹൗസ് എന്ന് ഇവിടെയും നോക്കുമ്പോൾ കാണാൻ തന്നെ വേറൊരു ലെവലാണ്. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ ഇതിൽ ഇങ്ങനെ നിന്നുകൊണ്ട് എടുത്തപ്പോഴത്തേക്ക് കണ്ട ഭാഗമാണ് നിങ്ങൾ കണ്ടല്ലോ. ആ ദൂരെ ഭാഗത്ത് കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബീച്ചിൻ്റെ അപ്പുറത്തെ ഭാഗം, ബീച്ചിൻ്റെ നേരത്തെ കടലെടുത്ത കുറച്ച് ഭാഗമുണ്ട്, അവിടെയാണ് നിങ്ങളിപ്പോൾ അത് കണ്ടത് കേട്ടോ. ഞാനവിടെ നിന്ന് ഇവർ ഓടി കളിക്കുന്നതൊക്കെ ഞാൻ കുറച്ച് നേരം ഒന്ന് കണ്ടു. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാവർക്കും അറിയാവുന്ന ബീച്ചാണല്ലേ ഇത്. ശംഖുമുഖം എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ചാണ് ശംഖുമുഖം, വേളി, കോവളം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അറിയപ്പെടുന്ന ഒരു ബീച്ച് തന്നെയാണ്. ഒത്തിരി വീഡിയോയും ഒക്കെ വന്നിട്ടുണ്ട്, ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് വിദേശ സഞ്ചാരികളൊക്കെ വരുന്നൊരു ബീച്ചാണ് കേട്ടോ ഈ നമ്മുടെ ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ വരാത്ത കൂട്ടുകാർ കാണത്തില്ലല്ലേ. അതുപോലെ തന്നെ മറ്റ് ജില്ലക്കാർക്ക് ഇവിടെ ടൂറൊക്കെ വരുമ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത്. നല്ലൊരു സ്ഥലം തന്നെയാണ്. അതെ, കുട്ടികളൊത്തൊക്കെ ശരിക്കും നല്ല വൈകുന്നേരങ്ങളിൽ എൻജോയ് ചെയ്യാം അല്ലേ. അവർ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ. കുട്ടികൾക്കായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ലൈറ്റ് നമ്മൾ വെറും കളർ ലൈറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലല്ലേ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുമല്ല നമുക്ക് സൂര്യാസ്തമയവും കാണാം അല്ലേ. ചെറിയ സൂര്യാസ്തമയമൊക്കെ കാണാം, നമുക്ക് അവിടെ കാണാൻ പറ്റിയില്ല. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്പേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.